നമ്മളൊക്കെ ജീവിച്ചു പോരും എന്ന് പറഞ്ഞാൽ തീർന്നു പോകും. ഈ തീർന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ, മരിച്ചു പോകുന്ന ഘട്ടത്തിൽ 4 മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലെങ്കിലും നല്ല വിശേഷണങ്ങൾ ഉണ്ടാവണം. നല്ല വിശേഷണം. നമ്മുടെ കരീം ഹാജി മരിച്ചു. ഏത് കരീം ഹാജി? നമ്മുടെ സ്ഥാപനത്തെയൊക്കെ നന്നായി സഹായിക്കുന്ന അങ്ങനെ 4 ആള് പറഞ്ഞാൽ മതി. 4 ആള് പറഞ്ഞാൽ മതി. നമ്മളെ ആയിഷ ഹജ്ജുമ മരിച്ചോട്ടോ. ഏത് ആയിഷ ഹജ്ജുമ? ആ മക്കളൊക്കെ സഖാഫിമാരാക്കി ആ പള്ളീൻ്റെ മുമ്പിൽ ഉസ്താമാർക്കൊക്കെ എപ്പോഴും ചുടുവെള്ളവും ഭക്ഷണം. അവരല്ലേ. ഞാൻ അവിടെ ഖത്തീബായിട്ട് 4 കൊല്ലം ഉണ്ടായിരുന്നു. അവരുടെ ഭക്ഷണം ഒരുപാട് കഴിച്ച് 4 ആള് പറഞ്ഞാൽ മതി. ഒരു മയ്യത്തിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു ശിഷ്യരോട് ചോദിക്കുന്നുണ്ട്, നാട്ടുകാരെന്താ മൂപ്പരെ പറയുന്നത് നോക്കുക. നാട്ടുകാരെന്ത് പറഞ്ഞാൽ എന്താ? മൂപ്പരിക്കല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം കിട്ടൂലേ? അല്ല, നാട്ടുകാർ എന്തു പറയുന്നു എന്ന് നോക്കൂ. ഏത് മരണം നടന്നാലും ആക്സിഡന്റ് ഇൻസിഡന്റ് നടന്നിടത്തേക്ക് ഹറിബറിയായിട്ട് പത്രക്കാർ വന്ന് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പോലെ ഏത് മരണ വീട്ടിലും മലക്കുകൾ ഓൺ ദി സ്പോട്ടിലെത്തിയിട്ട് തഹജ്ജുദ് എപ്പോഴും നിസ്കരിക്കുന്ന ആളായിരുന്നു. പള്ളിയിലെ ഉസ്താദുമാരെ നന്നായി ഇങ്ങനെ എഴുതി വെക്കും. നമ്മളെക്കുറിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചിട്ട് ഉണ്ടാക്കി പറയാനൊന്നുമുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. നമ്മൾ ഏതെങ്കിലും ഒരു നന്മൻ്റെ അഹലുകാരാണ്. ഏതെങ്കിലും ഒരു നന്മൻ്റെ. SSFൻ്റെ കൂട്ടുകാർക്ക് എത്രയാ ഹൈറാത്തുകൾ കിട്ടുന്ന. ബ്രാക്കറ്റിലൊരു SOSൻ്റെ സോൺ സർക്കിൾ യൂണിറ്റ് എന്ന പേര് വരുമ്പോഴേക്ക് എത്ര യാസീനുകൾ, എത്ര ദിക്റുകൾ. മുസ്ലിം ജമാഅത്തിന്റെ എന്നൊരു പേര് വരുമ്പോഴേക്ക് എത്ര ഹൈറാത്ത നാടുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ, മരണം വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് നമ്മളോടൊപ്പം ആഡ് ചെയ്ത് വെക്കണം. മുഅ്മിനീങ്ങളുടെ നാവിൽ നല്ലതുണ്ടാവണം. അപ്പോൾ ഒരു സംശയം, രഹസ്യ ജീവിതത്തിൽ ചില തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് പണ്ടൊക്കെ. ആ തെറ്റ് ആരും അറിയാത്തത് കൊണ്ടാണ് മുഅ്മിനീങ്ങൾ നല്ലത് പറയുന്നെങ്കിലും ഉത്തരം ആ തെറ്റൊക്കെ പുറത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലും നാവിലുമുള്ള നല്ല വർത്തമാനങ്ങൾ.